വെളിപ്പാട് പുസ്തകം 14 ഈ ചെറിയ കൂട്ടം ആളുകളെ പറ്റി നിങ്ങൾ മറ്റൊരു കാര്യം വായിക്കുന്നുണ്ട്. അവർ സ്ത്രീകളോടുകൂടെ മലിനപ്പെടാത്തവർ. ഇവിടെ പറയുന്ന സ്ത്രീകൾ ആരാണ്? വേശ്യയായ ബാബിലോണും അവളുടെ പെൺമക്കളും. അങ്ങനെയുള്ള സ്ത്രീകൾ ഇന്ന് ധാരാളമുണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന്. 3 അധ്യായങ്ങൾ കൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ആ സ്ത്രീകളെ കുറിച്ച് വായിക്കാൻ കഴിയും. മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെ മാതാവ്. ഈ സ്ത്രീകളാൽ ഇവർ മലിനപ്പെടാത്തവരാണ്. ഈ വേശ്യയുടെ ആത്മാവിൽ നിന്നും അവർ മലിനപ്പെടാതെ അവരെ സൂക്ഷിച്ചു. അടിസ്ഥാനപരമായിട്ട് അതാണ് എൻ്റെ അർത്ഥം. എന്താണ് വേശ്യയുടെ ആത്മാവ്? നിങ്ങൾക്കറിയാമോ ഒരു അക്രൈസ്തവന് ഒരിക്കലും ബാബിലോണിൻ്റെ ഭാഗമാകാൻ കഴിയില്ലെന്ന്? നിങ്ങൾക്കതറിയാമോ? ഈ ആത്മീയ വേശ്യയുടെ ഭാഗമാകാനായിട്ട് ഒരു അക്രൈസ്തവന് ഒരിക്കലും കഴിയില്ല. കാരണം ഒരു ക്രിസ്ത്യാനി അല്ലാത്തവൻ യേശുക്രിസ്തുമായിട്ടൊരു വിവാഹ നിശ്ചയം ചെയ്തവനല്ല. അവനങ്ങനെ അവകാശപ്പെടുന്നുമില്ല കർത്താവുമായിട്ടുള്ള അവൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞെന്നു. അവൻ പറയും എൻ്റെ ദൈവം പണമാണ്, എൻ്റെ ഭർത്താവ് പണമാണ്, ഞാൻ എൻ്റെ ഭർത്താവിനോട് പൂർണ്ണമായിട്ടും വിശ്വസൻ, ഞാൻ അവന് വേണ്ടിയാണ് രാവും പകലും ജീവിക്കുന്നത്. മറ്റൊരു അക്രൈസ്തവൻ അവൻ പറയുന്നത് എൻ്റെ ദൈവം അത് സുഖങ്ങളാണ്, എൻ്റെ ഈ ഭർത്താവിനോട് ഞാൻ രാവും പകലും പൂർണ്ണമായിട്ടും വിശ്വസ്തനാണ് ആ സുഖങ്ങളോട്. എൻ്റെ ഭർത്താവ് പാവമാണ്, ഈ ഭർത്താവിനോട് ഞാൻ രാവും പകലും വിശ്വസ്തനായിരിക്കുന്നു. ഞാനൊരു വേശ്യയല്ല, ഞാൻ എൻ്റെ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുന്നു. അത് പണമാകട്ടെ, സുഖങ്ങളാകട്ടെ, പാപമാകട്ടെ, ബഹുമാനം, എൻ്റെ ഭർത്താവിനോട് ഞാൻ വളരെ വിശ്വസ്തയാണ്. രാവും പകലും ഞാൻ അവനെയാണ് അന്വേഷിക്കുന്നത്. എന്നാൽ തങ്ങളുടെ ഭർത്താക്കന്മാരോട് വിശ്വസ്തരായിരിക്കുന്ന ഈ ലോകത്തിലുള്ള ആളുകളുടെ ഇടയിൽ ക്രിസ്ത്യാനികളെന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ പറയുന്നു എൻ്റെ ഭർത്താവ് യേശുക്രിസ്തുവാണ്, ഞാൻ അവനായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ പറയുന്നു ഞാൻ അവനെ സ്നേഹിക്കുന്നു, എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു, അവൻ എന്നെ വിവാഹം കഴിക്കാനായിട്ട് വരും. എന്നാൽ അവർ രഹസ്യമായിട്ട് പണത്തിന് പിന്നാലെയും സുഖങ്ങൾക്ക് പിന്നാലെയും പോകുന്നു. പാപകരമായ കാര്യങ്ങൾ. അവരാണ് വേശ്യ. അതുകൊണ്ട് ബാബിലോൺ അവരവകാശപ്പെടുന്നു അവരുടെ വിവാഹ നിശ്ചയം യേശുമായിട്ട് കഴിഞ്ഞാൽ, എന്നാൽ ഈ മറ്റു ഭർത്താക്കന്മാർക്ക് പിന്നാലെ അവർ നടക്കുകയാണ്. എന്നാൽ ഇവരെ സ്ത്രീകളുമായിട്ട് മലിനപ്പെടാത്തവരാണ്. അവരവരെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിച്ചു. ഇവരാണ് കുഞ്ഞാട് പോകുന്നതൊക്കെ അവനെ അനുഗമിക്കുന്നത്. അവരാ കുഞ്ഞാടിൻ്റെ കാൽപാദങ്ങളെ അനുഗമിക്കുന്നു. അവൻ എവിടെയൊക്കെ പോകുമോ അവർക്കറിയാം യേശു പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും അനുസരിച്ചെന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഞാൻ ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ക്രിസ്ത്യാനികൾ അനുസരിക്കേണ്ട എല്ലാ കൽപ്പനകളും അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നുപോലും നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യാനി അനുസരിക്കേണ്ട കൽപ്പന ഇസ്രായേൽ മക്കൾ ആചരിക്കേണ്ട കൽപ്പനയല്ല. ശബത്തും ദശാംശമൊക്കെ ഞാൻ പറയുന്ന ക്രിസ്ത്യാനി ആചരിക്കേണ്ട കൽപ്പനയാണ്. ക്രിസ്ത്യാനി അനുസരിക്കാനായിട്ട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കൽപ്പനകളുടെയും കാര്യം, അങ്ങനെ ദൈവവചനത്തിൽ പറയുന്ന എല്ലാ കൽപ്പനകളും ഞാൻ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിന്തിച്ചു നോക്കൂ, കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അവന് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നു. അതൊരു തെറ്റായ ആഗ്രഹമാണോ? ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ രാവും പകലും പഠിച്ച് അവർ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പഠിച്ചെന്ന് ഉറപ്പുവരുത്തുന്നു. ശരി, ഞാൻ ഈ ലോകം വിടുന്നതിന് മുമ്പ് ഞാനും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അത് ഒരു ക്രിസ്ത്യാനി ഏതൊക്കെ കൽപ്പനകൾ അനുസരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു, അത് ചെറുതോ വലുതോ അതെല്ലാം എനിക്ക് അനുസരിക്കണം. ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നതിന് മുമ്പ് അതെല്ലാം എനിക്ക് ഭൂമിയിൽ വെച്ച് തന്നെ അനുസരിക്കണം. രണ്ടാമത് ഞാൻ പറഞ്ഞ കർത്താവേ, നിൻ്റെ എല്ലാ വാഗ്ദാനവും ഒരു ക്രിസ്ത്യാനി ഈ ഭൂമിയിലായിരിക്കും അവകാശപ്പെടേണ്ടത്. ഈ ഭൂമി വെച്ച് സ്വർഗത്തിൽ ചെന്നിട്ടല്ല, അത് ഞാൻ അവകാശപ്പെടുകയും അതെനിക്ക് അനുഭവിക്കുകയും വേണം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ താല്പര്യമുണ്ടോ, അതോ കിട്ടിയെങ്കിൽ നല്ലതാണോ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കൂട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഗൗരവമുള്ളൊരു ക്രിസ്ത്യാനിയാണോ, അതോ നിങ്ങൾ ദൈവത്തെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? മരിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ പോകണം, ഭൂമിയിലെല്ലാം മനോഹരമായിരിക്കണം, ഒരു നല്ല കുടുംബം, എല്ലാ ഞായറാഴ്ചയും സഭയിൽ വരണം, ഹൃദയത്തിനൊരാശ്വാസം, വർഷത്തിൽ 1-2 പ്രാവശ്യം കോൺഫറൻസിന് പോകണം, അത് ആസ്വദിച്ച് വീട്ടിൽ പോകണം. എനിക്കങ്ങനൊരു ജീവിതം വേണ്ട. ഞാൻ പറയട്ടെ, അനേക വർഷം മുമ്പ് ഞാനത് അവസാനിപ്പിച്ചു. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ കുഞ്ഞാടിനെ അനുഗമിക്കുന്ന ആ കൂട്ടത്തിൽ എനിക്കായിരിക്കണം. ഈ കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരുടെ ജീവിതത്തിലുള്ള മറ്റൊരു സത്യം ഇവിടെ പറയുന്നുണ്ട്. അവരുടെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. വഞ്ചനയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു മുഖമേ ഉള്ളായിരുന്നു. അവരിൽ കാപട്യമില്ലായിരുന്നു, അവരിൽ ഒരു കപടഭക്തിയുമില്ലായിരുന്നു. അവർ പറഞ്ഞത് തന്നെയായിരുന്നു. അവരെന്തായിരുന്നോ അങ്ങനെ തന്നെയാണ് അവർ മറ്റുള്ളവരുടെ മുമ്പാകെ ജീവിച്ചത്. പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഈ ജീവിതം അന്വേഷിക്കുക. നിങ്ങളെ നുറുക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കുക. നിങ്ങളുടെ ആ സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തെ തകർക്കാനായിട്ട് ദൈവത്തെ അനുവദിക്കുക. പറയുക, കർത്താവേ, ഇത് വളരെ ഗൗരവത്തിലെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവങ്കിലേക്ക് പോകുന്ന ആ ചെറിയ കൂട്ടത്തിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ യേശുവിൻ്റെ കാൽപ്പാടുകൾ നോക്കിയാണ് ഓരോ ദിവസവും നടക്കുന്നത്. അവർ യേശു ക്രിസ്തുവിലേക്ക് നോക്കി അവൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് കാണുന്നു. എന്നിട്ട് യേശു ക്രിസ്തു ജീവിച്ച പോലെ തന്നെ ജീവിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായിട്ട് അവർ ചോദിക്കുന്നു. ഞാൻ പറയാറുണ്ട്, വേദപുസ്തകത്തിൽ ഒരു വാക്യം കൊണ്ട് നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. നിങ്ങളുടെ കയ്യിൽ ദൈവവചനമില്ലെങ്കിൽ ഈ ഒരു വാക്യം നിങ്ങൾ ഓർത്തിരിക്കുക. നിങ്ങൾ ഒരുപക്ഷെ ജയിലിലായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകമില്ല, അതുപോലെ വേദപുസ്തകത്തിൽ ഒരു വാക്യം നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈ ഒരു വാക്യം ഓർത്തിരിക്കുക. ഫിലിപ്പിയർ 2:5. യേശു ക്രിസ്തുവിലുള്ള അതേ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ. അതുമതി. ഏത് സാഹചര്യത്തിലും ഞാൻ എന്തു ചെയ്യണം? യേശുവിലുള്ള അതേ ഭാവം തന്നെ എനിക്ക് ഉണ്ടായിരിക്കണം. ആ ഭാവമാണ് എനിക്ക് വേണ്ടത്. എല്ലാ സാഹചര്യത്തിലും അങ്ങേക്കുണ്ടായിരുന്ന മനോഭാവമാണ് കർത്താവ് എനിക്ക് വേണ്ടത്. പണത്തോട് അതേ മനോഭാവം, സ്ത്രീകളോട് ബഹുമാനത്തോട്, പ്രസംഗിക്കുമ്പം സ്ഥാനമാനങ്ങളോട്, കൂട്ടായ്മയോട്, ഈ സാഹചര്യങ്ങളെല്ലാം യേശുവിലുണ്ടായിരുന്ന മനോഭാവമാണ്. ആ അനുസരണം ക്രൂശെടുക്കുന്നതിൽ എനിക്ക് വേണ്ടി ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ ഭാവമാണ്. ആ ഒറ്റ വാക്യം മതി. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ തലകളെ വണക്കാം. ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിച്ചോ? ആകാശത്തിലെ പറവകൾ നിങ്ങൾ കേട്ടത് അല്പനേരം കൊണ്ട് കൊത്തിക്കൊണ്ടു പോകുമോ? അതോ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തെ സമൂലം മാറ്റുന്ന ഒരു ദിവസമാവുമോ? നിങ്ങൾ എത്ര തോറ്റു എന്നുള്ളതല്ല സഹോദരന്മാരുടെ വിഷയം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്ത ഒരു കോൺഫറൻസ് പോലെ ഈ കോൺഫറൻസ് ആകാതിരിക്കട്ടെ. നിങ്ങൾ അധ്വാനവും പണവും സമയവും ഒക്കെ ചെലവഴിച്ച് ഇവിടെ വന്നത് വൃഥാവാകാതിരിക്കട്ടെ. നിത്യതയിൽ ഇത് വിലയുള്ളതായി തീരട്ടെ. ഇന്ന് ദൈവസന്നിധി നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുക. പറയുക, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും. ഞാൻ നിങ്ങളുടെ കൈ പൊക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ ഒന്നും പറയുന്നില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇരുന്ന് കണക്ക് കൂട്ടുക. ഇങ്ങനെ ഒരു കർത്താവിനെ അനുഗമിക്കുന്ന വിലയുള്ളൊരു കാര്യമാണോ? മൂല്യമുള്ളതാണോ? അതോ കാപട്യത്തോടെ അഭിനയിച്ചുകൊണ്ട് തുടരാനാണോ നിങ്ങളുടെ താല്പര്യം? ഒരു മതഭക്തിയിൽ, ഒരു നിയമവാദിയായി, അതോ അതൊക്കെ എറിഞ്ഞു കളഞ്ഞിട്ട് എൻ്റെ ജീവിതകാലം മുഴുവനും നിന്നെ അനുഗമിക്കണമെന്ന് പറയുമോ? അങ്ങയുടെ ശിഷ്യനായി. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഞങ്ങളുടെ പിതാവായല്ലോ. തങ്ങളുടെ ഹൃദയത്തിൽ ഒരു കരച്ചിലുള്ള എല്ലാവരുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടെ നിറക്കണേ. ദാഹമുള്ളവരിൽ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടുത്തെ പകരണേ. അവരെ ഉത്സാഹിപ്പിക്കണേ. അവർക്ക് പുതുമ നൽകണേ. ഓരോ ചുവടായിട്ട് അവരെ നടത്തുമെന്നുള്ള ഉറപ്പ് അവർക്ക് നൽകണേ. അങ്ങയുടെ മഹത്വത്തിൽ അവരെത്തുന്നതുവരെയും അവരെ നടത്തണേ. ഓ പിതാവേ, ഇത് ആർക്കും നഷ്ടപ്പെടാനിടയാകല്ലേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് തരാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ആർക്കും നഷ്ടപ്പെട്ടു പോകാനിടയാക്കല്ലേ. നന്ദി, യേശുവിൻ നാമത്തിൽ. ആമേൻ.